അമേരിക്ക പശ്ചാത്തപിക്കേണ്ടി വരും. ശ്രീലങ്കയ്ക്ക് സമീപം ഇറാനിയൻ നാവിക കപ്പലിനെ US അന്തർവാഹിനി ആക്രമിച്ച സംഭവത്തിൽ അമേരിക്ക പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചി കനത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറാന്റെ തീരങ്ങളിൽ നിന്ന് വളരെ അകലെ സമുദ്രാതിർത്തിയിൽ അമേരിക്ക ഒരു ക്രൂരത കാട്ടിയതായി എക്സിലെ കുറിപ്പിൽ അരാക്ചി പറഞ്ഞു. 130ഓളം നാവികരുമായി സഞ്ചരിക്കുകയായിരുന്ന ഇന്ത്യൻ നാവികസേനയുടെ അതിഥിയായ ധേന എന്ന ഫ്രിഗേറ്റ് അന്താരാഷ്ട്ര സമുദ്രാതിർത്തി ഒരു മുന്നറിയിപ്പും കൂടാതെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറാന്റെ തീരത്ത് നിന്ന് 2000 മൈൽ അകലെ കടലിൽ US ഒരു ക്രൂരത ചെയ്തിരിക്കുന്നു. 130ഓളം നാവികരുമായി സഞ്ചരിച്ച ഇന്ത്യൻ നാവികസേനയുടെ അതിഥിയായ ധേന മുന്നറിയിപ്പില്ലാതെ ആക്രമിക്കപ്പെട്ടു. എന്റെ വാക്കുകൾ കുറിച്ചോളൂ. ഈ കീഴ്വഴക്കത്തിൽ അമേരിക്ക കൈപ്പോടെ പശ്ചാത്തപിക്കുമെന്നാണ് സയ്യിദ് അബ്ബാസ് അരാക്ചി കുറിച്ചത്. മാർച്ച് 4 പുലർച്ചെ ശ്രീലങ്കയിലെ ഗാലയിൽ നിന്ന് 40 നോട്ടിക്കൽ മൈൽ തെക്ക് ഭാഗത്ത് വെച്ചാണ് ഇറാനിയൻ നേവി ഫ്രിഗേറ്റ് IRIA ധേന മുങ്ങിയത്. US ഇസ്രായേൽ ഇറാൻ യുദ്ധം ഇന്ത്യൻ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ സൂചനയാണിതെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. വിശാഖപട്ടണത്ത് നടന്ന ഇന്ത്യയുടെ മിലൻ 2026 നാവിക അഭ്യാസത്തിലും ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിലും പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്നു ഈ കപ്പൽ. ഇതൊരു ക്ലാസിക് സബ്മറൈൻ ടോർപിഡോ ആക്രമണമാണെന്നാണ് ശ്രീലങ്കൻ നാവികസേനയും പ്രതിരോധ മന്ത്രാലയങ്ങളും വിശേഷിപ്പിച്ചത്. പുലർച്ചെ 5:08 5:30 ഇടയിൽ ലഭിച്ച അപായ സന്ദേശങ്ങളിൽ വലിയ സ്ഫോടനത്തെക്കുറിച്ചും കപ്പലിലേക്ക് വെള്ളം കയറുന്നതിനെക്കുറിച്ചും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നിമിഷങ്ങൾക്കകം കപ്പൽ റഡാറുകളിൽ നിന്ന് മറയുകയും മുങ്ങുകയും ചെയ്തു. അമേരിക്കൻ അന്തർവാഹിനിയാണ് ആക്രമണം നടത്തിയതെന്നും ടോർപിഡോ ഉപയോഗിച്ചാണ് കപ്പൽ തകർത്തതെന്നും US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും സ്ഥിരീകരിച്ചു. രക്ഷാപ്രവർത്തകർ ഇതുവരെ 87 മൃതദേഹങ്ങൾ കരക്കെത്തിച്ചു. കപ്പലിന്റെ കമാൻഡർ ഉൾപ്പെടെയുള്ള 32 നാവികരെ രക്ഷപ്പെടുത്തി ഗാലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കപ്പലിലുണ്ടായിരുന്ന ഏകദേശം 180 പേരിൽ 60ഓളം പേര് ഇനിയും കണ്ടെത്താനുണ്ട്. ആക്രമണം നടന്നത് ശ്രീലങ്കൻ സമുദ്രാതിർത്തിക്ക് പുറത്താണെങ്കിലും മാനുഷിക പരിഗണനയോടെ ശ്രീലങ്കൻ നാവികസേന തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും നേതൃത്വം നൽകി. ഫെബ്രുവരി 18 മുതൽ 25 വരെ നടന്ന ഇന്ത്യയുടെ നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കാനെത്തിയ ധേനയെ സാംസ്കാരിക ബന്ധങ്ങളുടെ പ്രതീകമായിട്ടാണ് ഇന്ത്യൻ നാവികസേന വിശാഖപട്ടണത്തേക്ക് സ്വാഗതം ചെയ്തിരുന്നത്. ഗൾഫ് മേഖലയിൽ നിന്ന് 100 കണക്കിന് മൈലുകൾ അകലെ ഇന്ത്യയുടെ സമുദ്രമേഖലയ്ക്ക് സമീപം നടന്ന ഈ സംഭവം മേഖലയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇറാനിലെയും ലെബനിലെയും 200-ലധികം ലക്ഷ്യങ്ങൾ തകർത്തതായി അമേരിക്ക അവകാശപ്പെട്ടിട്ടുണ്ട്. ഓപ്പറേഷൻ ആരംഭിച്ച് 100 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെയും മിസൈൽ ലോഞ്ചറുകളെയും തകർക്കാൻ സഖ്യസേനയ്ക്ക് സാധിച്ചു. 300ഓളം ഇറാനിയൻ മിസൈൽ ലോഞ്ചറുകൾ നശിപ്പിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. മിസൈൽ ആക്രമണത്തിന് വിധേയമായതായി സ്ഥിരീകരിച്ച് ഖത്തറും രംഗത്തെത്തിയിരുന്നു. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാന മിസൈലുകൾ തടഞ്ഞുവെന്ന് ഖത്തർ പറഞ്ഞതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം സ്ഫോടനങ്ങളെ തുടർന്ന് ദോഹ ചക്രവാളത്തിൽ ഒരു കറുത്ത പുക നിറഞ്ഞത് കണ്ടതായി AFPയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.